നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. 6 കിലോമീറ്ററോളം നടന്നതിന് ശേഷം ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ തിരുവല്ല നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയൊരു ജനത ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കും അറിയില്ലെങ്കിലും തിരുവല്ല MLA ബഹുമാനപ്പെട്ട മാത്യു ടി തോമസിനെങ്കിലും അക്കാര്യം അറിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവർ കൂടി അറിഞ്ഞിരിക്കണമല്ലോ ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന്. കോമളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കല്ലൂപ്പാറ പുറമറ്റം പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് കോമളം. ഈ കോമളത്ത് ഒരു പാലമുണ്ടായിരുന്നു. 2021 കാലഘട്ടത്തിൽ അപ്രോച്ച് റോഡ് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാലം കൂടെ പുതുക്കി പണിയാം എന്ന് തീരുമാനിച്ച് പാലമൊക്കെ പൊളിച്ചു. ആ 2021 പാലമില്ലാതായതാണ്. ഇപ്പോൾ 2024 അവസാനിക്കാറായിട്ടും ഇവിടെ പാലമില്ല. ഫലം എന്താണെന്ന് വെച്ചാൽ കേവലം 100 മീറ്റർ ഈ പാലമില്ലാത്തത് കൊണ്ട് ഈ ജനത നടക്കുന്നത് ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരമാണ്. 6 കിലോമീറ്റർ ദൂരം രാവിലെയും വൈകിട്ടും നടന്നാണ് ജോലിക്ക് പോയി ഇവർ തിരിച്ചു വരുന്നത്. ഈ ദുരിതം ഇനി പറയാൻ ആരോടുമില്ല. അവസാനം പല പ്രാവശ്യം ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും എടുക്കാതായി. ഏറ്റവും അവസാനം ഒരാളെങ്കിൽ സൊസൈറ്റി പാലത്തിൻ്റെ പണി ഏറ്റെടുത്തു. പാലം പണി നടക്കുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇത് മന്ദഗതിയിലാണ്. ഇവർക്കൊന്നും സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ പാലം പണി വേഗത്തിലാക്കണം എന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനോ ആരുമില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്ഥലം MLA ആണ്. കാരണം പഞ്ചായത്തിൻ്റെ ഒന്നും പരിധിയിലുള്ള വിഷയമല്ല ഇത്. സ്ഥലം MLA ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. കാരണം മാത്യു ടി തോമസ് MLA കോമളം നിവാസിയല്ല. ഏറ്റവും കുറഞ്ഞത് അടുത്ത പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കോമളം നിവാസികളോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് അവിടെ ഒരു വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കണം. ഈ വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയും നിങ്ങൾ പിടിച്ചു വെക്കണം, നടക്കാൻ പറയണം. 1-2 ദിവസം ഇദ്ദേഹത്തെ നടത്തി വിടണം. എന്നാലേ ഈ പുള്ളിക്ക് ഈ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എത്ര പറഞ്ഞാലും ആ വണ്ടിയെ കയറി ഇരുന്നിട്ട് വരുന്ന ഒരാൾക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കടത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ വള്ളത്തിൽ കയറിയാൽ അക്കരെ ഇക്കരെ വരാം. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വള്ളത്തിൽ യാത്രയാക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് ഭയമാണ്. അതുമാത്രമല്ല, വെള്ളം ഉയരുന്ന സമയത്ത് ഈ കടത്ത് എന്നതും അപ്രായോഗികമാണ്. തൽക്കാലത്തേക്ക് നമുക്കിങ്ങനെ അതിപുരാതന കാലത്തിലെ പോലെയൊക്കെ കടത്ത് ഉണ്ടെന്നൊക്കെ ആശ്വസിക്കാം എന്ന് മാത്രം. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത് തിരുവല്ലയ്ക്ക് ഭയങ്കര നാണക്കേടാണ്. ഒരു പാലം, നിസാര ഒരു പാലം, അതൊന്ന് പണിത് കൊടുക്കുക. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA അതിനൊരല്പം സമ്മർദ്ദം ചെലുത്തുക. വെറുതെ രാവിലെയും വൈകിട്ടും ആ പാലം പണി ഏറ്റെടുത്തിരിക്കുന്നവരെ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റീചാർജും 299 രൂപയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോൾ ചെയ്യാൻ പറ്റും. രാവിലെ ഒരു കോൾ ചെയ്യുക, വൈകിട്ടൊരു കോൾ ചെയ്യുക. നിങ്ങൾ എത്രയെങ്കിലും ഒരു ഉപകാരം ഈ കോമളം നിവാസികളോടൊന്ന് കാണിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുക. ഈ വിഷയത്തിൽ നാട്ടുകാരായ 2 പേർ തിരുവല്ല മീഡിയയോട് പ്രതികരിക്കുന്നത് കൂടി നിങ്ങൾ കേൾക്കുക. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്ന് പറയാം. നമ്മൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമളം പാലം പോയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. പാലം പുതിയ പാലത്തിനുള്ളൊരു പണി തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. പാലത്തിൻ്റെ പണി മോശമില്ലാതെ നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ നല്ല സ്പീഡായിരുന്നു. ഇപ്പോൾ അത് കോൺട്രാക്ടറിൻ്റെ സംവിധാനത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം താരതമ്യേന പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതൊരു പ്രശ്നമായിട്ട് വന്നിരുന്നുണ്ട്. അതുകൊണ്ട് പണി താമസിക്കുന്നുണ്ട്. മെയിനായ കാരണം അതാണ്, വെള്ളം പൊങ്ങുകയും താഴുകയും. പക്ഷേ കുറച്ചുകൂടെയൊക്കെ സ്പീഡപ്പ് ആക്കാമെന്നുണ്ടെങ്കിൽ ഈ മാർച്ചിലെങ്കിലും നമുക്ക് ഈ പണി തീർത്ത് കിട്ടുകയാണെന്നുള്ള ഈ നാട്ടിലെ 2 വിഭാഗത്തിലുള്ള ജനങ്ങളുടെ ഒരു രക്ഷയാണ്. കോമളം പാലം എന്ന് പറഞ്ഞാൽ കല്ലൂപ്പാറ പഞ്ചായത്തിലാണ്. ഇത് കോമളം പാലം വന്ന് ശരിക്കും പറഞ്ഞ സ്ഥിതി ചെയ്യുന്നത് കല്ലൂപ്പാറ പാലത്തിൻ്റെ ഉടമസ്ഥത കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ. നമുക്ക് പാലത്തിൻ്റെ അങ്ങേ എൻഡ് വരുന്നത് പുറമിറ്റം പഞ്ചായത്തിൽ. വെണ്ണിക്കുളമാണ് അവന് മെയിൻ സെൻറ്റർ. വെണ്ണിക്കുളം പുറമിറ്റം ഈ 2 ഇതിൻ്റെ പുറമിറ്റം പഞ്ചായത്തിൻ്റെ വെണ്ണിക്കുളം കവലയുടെയും നടുക്കായിട്ടാണ് പാലം ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലോട്ടുള്ള പോക്ക് വരവ് പുറമിറ്റം പഞ്ചായത്തും കല്ലൂപ്പാറ പഞ്ചായത്തുമായിട്ടുള്ള ബന്ധം
ഈ പാലമാണ്. അതുപോലെ തന്നെ പുറമിറ്റം, വെണ്ണിക്കുളം, മല്ലപ്പള്ളി, ആ പിന്നെ എരവേരുള്ളവർക്കെല്ലാം മല്ലപ്പള്ളിക്ക് പോകാൻ ഏകദേശം പോകാവുന്ന ഒരു വഴി ഇത് തന്നെയാണ്. ഏറ്റവും എളുപ്പകരമായ ഒരു വഴി ഇതാണ്. പിന്നെ കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ ഏകദേശം ഒരു 90% ആൾക്കാർക്ക് ഉപയോഗപ്രദമായ പാലം ഇത് തന്നെയാണ്. അവർക്ക് അതായത് പുറമിറ്റത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, പിന്നെ UP സ്കൂളുകൾ, മെട്രിക്കുലേഷൻ, സകല സംവിധാനങ്ങൾ, ചർച്ച്, അമ്പലമേ, അതുപോലെ തന്നെ പുറമിറ്റം പഞ്ചായത്ത്, കൃഷിഭവന്, ഇലക്ട്രിസിറ്റി ഓഫീസ്, എല്ലാ സംവിധാനവും അടങ്ങുന്നൊരു സ്ഥലമാണ് വെണ്ണിക്കുളം. അപ്പോൾ വെണ്ണിക്കുളം എപ്പോഴും കല്ലൂപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ഒരു സ്ഥലമാണ്. അവർക്ക് ഏകദേശം നിർബന്ധമായി പോകേണ്ട ഒരു പാലമായത്. ആ പാലം ഇപ്പം നമുക്ക് വെണ്ണിക്കുളത്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? വെണ്ണിക്കുളത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറമിറ്റം കല്ലൂപ്പാറ പഞ്ചായത്തിലുള്ളവർ വെണ്ണിക്കുളത്ത് പോകണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് കല്ലൂപ്പാറ പഞ്ചായത്ത് ഒരു വള്ളം കിടത്ത് സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സംവിധാനം വെള്ളം താഴുന്ന സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലാത്ത സമയത്ത് പറ്റത്തില്ല. അല്ലാതൊരു ആൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരാൾക്ക് ഒരു 200 രൂപ ചിലവാകും. ഒരാൾക്ക് ഒരു 200 രൂപ. ഓട്ടോറിക്ഷയ്ക്ക് പോയാലും തന്നെ പെട്രോൾ അവർ സ്വന്തമായിട്ട് വാഹനമുള്ളവർ പോയില്ലാത്തവർ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്കൂൾ കുട്ടികൾ അവർ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ നടന്നു പോകണം കുറഞ്ഞത്. നടന്നാൽ അടുത്ത പഞ്ചായത്തിലെത്താം. അപ്പോൾ 6 കിലോമീറ്റർ ഒരു ദിവസം നടന്നാൽ ഈ കുട്ടികൾക്കടക്കം പോകാൻ പറ്റത്തുള്ളൂ. അതും കുട്ടികൾ ഈ 6 കിലോമീറ്റർ നടക്കുമ്പോൾ പുറമിറ്റം പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലാമെന്നല്ലാതെ പിന്നീട് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വരും. പിന്നെ സ്കൂളിലേക്ക് പോകണം. അതാണ് ഈ 6 കിലോമീറ്റർ കഴിയുമ്പോൾ വരുന്ന പ്രധാന ജംഗ്ഷൻ ഏതാ? 6 കിലോമീറ്റർ ഒന്ന് പുറമിറ്റം, അതുപോലെ തന്നെ ഒന്ന് പടുതോട്. ഈ 2 ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം അവർക്ക് അങ്ങോട്ട് വേണമെങ്കിലും പോകാൻ. അതായത് കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ പാലത്തിൻ്റെ വലത് സൈഡിലുള്ള ആൾക്കാർ പുറമിറ്റത്തെയും ഇടസൈഡിലുള്ള ആൾക്കാർ പടുതോടിനെ ആശ്രയിക്കുന്നത്. അങ്ങനെയാണ് പോക്കും വരവും നടന്നത്. ബുദ്ധിമുട്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാവും, കണിശമായിട്ടുമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നേക്കുന്നത്. അവർക്ക് സമയത്ത് എത്തിച്ചേരാൻ ഈ കോമളം പാലം ഉണ്ടെന്ന് കോമളത്തിലോട്ട് വന്ന് ബസ് കിട്ടുന്നവർക്ക് 100 മീറ്റർ നടന്നാൽ മതി അടുത്ത സ്ഥലത്ത് എത്താറുണ്ട്, ജംഗ്ഷനിൽ എത്താറുണ്ട്. 100 മീറ്റർ തന്നെ ശരിക്കും വേണ്ട. അത് ഈ ചുറ്റളവ് വേണ്ടി വരുന്നത് ബുദ്ധിമുട്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇത് ഏറ്റെടുത്തേക്കുന്നത്. അവർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. വേഗത കിട്ടുന്നില്ല. അതായത് വേഗതയുടെ ഒരു കാരണം സത്യം നമുക്ക് അറിയാവുന്ന ഒരു കാരണം ആറ്റിലെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നീട് ഇപ്പോൾ ഉള്ള പണിയുടെ കാലതാമസം എന്ന് പറയുന്നത് ഈ വിഷയമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിൽ തന്നെ വേറെന്തെങ്കിലും സംവിധാനം ചെയ്ത് ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു തൃപ്തികരമാകത്തുള്ളൂ. അതൊരു പ്രശ്നമാണ്. ഇത് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടോ? നമ്മൾ ഈ ഒരു ദുരിതം കണ്ടിട്ട് അവരുടെ ഇടപെടൽ എനിക്ക് തോന്നുന്നില്ല അത്ര തൃപ്തികരമല്ല. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത്ര തൃപ്തികരമല്ല. അവരിടപെടുന്നത് തൃപ്തികരമല്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതെ, ഇപ്പോൾ ജനങ്ങൾ എല്ലാ പാർട്ടിയിലുള്ളവരോട് സംഘടിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനകീയ വേദി. ഈ വിഷയത്തിൽ ഒരു പാർട്ടിപരമായ ഒരു ചർച്ചയില്ല. ഇതെല്ലാം ഇവിടുത്തെ പൊതു പ്രശ്നമായതുകൊണ്ട് അത്തരത്തിൽ അതിനെ കണ്ടേക്കുന്നതും അതിനുവേണ്ടിയാണ് ജനകീയ വേദി ഇത് സംവിധാനം ചെയ്തതും സമര നടപടികളൊക്കെ ഒരുപാട് നടത്തിയതാണ്. അതിനുശേഷമാണ് പാലം പുതിയ പ്രോജക്റ്റ് വന്നത്. അപ്പോൾ പാലത്തിൻ്റെ പണി ഏകദേശം അന്ന് ഒരു 1.5 കൊല്ലം കൊണ്ട് തീർക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എങ്കിൽ തന്നെ ഇതിപ്പം ഇപ്പോഴത്തെ നിലയിൽ സ്പീഡപ്പ് ആക്കി പോവുകയാണെങ്കിൽ ഏകദേശം മാർച്ചിലേക്ക് ഏകദേശം ഒരു 90% പാലത്തിൻ്റെ പണി തീർത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരം, നടന്ന് സഞ്ചരിക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2020 മുതൽ ഇപ്പം 2020 21 തകർന്നത്. 2021 കാലത്തിലാണ്. എങ്ങനെയായാലും ഒരു 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷമായിട്ട് ഈ 6 കിലോമീറ്റർ നടന്നാണ് കുട്ടികളൊക്കെ. അയ്യോ, ആ 3 വർഷം കൊണ്ടുണ്ടായ ചെലവ്, ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിലും ഇതേ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ തരത്തിലും ആശുപത്രി പോകാൻ A to Z കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതെ, ഒരു നിസ്സാര കാര്യമാണ്. 100 മീറ്ററിന്റെ ഒരു പാലം പണിതാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇത്രയും പ്രശ്നകരമായിട്ട് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ കാലത്ത് ഈ കടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്ന് പോയൊരു കാലമാണ്. കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലർ വരാതിരിക്കുന്നവരുണ്ട്. അതല്ലാതെ മനുഷ്യർക്ക് ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല. പിള്ളേരെ ആരെയും വള്ളത്തെ കയറ്റി വിടാനൊന്നും ആരും തയ്യാറാകത്തില്ല. പിന്നെ നിവൃത്തികേടുള്ളവർ എന്തും വരട്ടെന്നുകൊണ്ടൊരു കണക്കൂട്ടലിലാണ് പിള്ളേരെ വള്ളത്തെ കയറ്റി അക്കരെ കടത്തുന്നത്. പഴയ കാലമല്ലല്ലോ, പഴയ സംവിധാനങ്ങളും അല്ലല്ലോ. അത് പണ്ടത് പേടിയില്ലായിരുന്നു. ഇപ്പോൾ അതല്ല. വള്ളം കടത്തുന്നത്, വള്ളത്തെ കയറ്റി കുട്ടികളെ വിടുന്നതൊക്കെ, സ്കൂളിൽ വിടുന്നതൊക്കെ വളരെ പേടിക്കേണ്ടതായ ഒരു വിഷയം. അതുകൊണ്ട് ഓരോരുത്തർ മനഃപൂർവ്വം ചിലർ ജോലിക്ക് പോകാൻ താമസിക്കുന്നു, ചില ആൾക്കാർ നിർബന്ധമായിട്ട് ഇങ്ങനെ കാറിലായാലും കുട്ടികളെ കൊണ്ടുവിടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒരു കുടുംബ ബഡ്ജറ്റ് തന്നെ കൊണ്ട് താളം തെറ്റും അല്ലേ? 100%. എല്ലാം ഇതിപ്പോൾ ഞാൻ അക്കരെയുള്ളൊരു ബിസിനസ്സുകാരനാണ്. എനിക്കൊരു സാമാന്യ വീട് ശരിക്കും ഇവിടെയാണ്. എൻ്റെ വീട് ശരിക്കും പുറമിറ്റം പഞ്ചായത്ത്. ഇപ്പോൾ ഈ പാലത്തിന് അങ്ങേ എൻഡിൽ എനിക്കൊരു കടയുണ്ട്, വലിയൊരു കട.
അന്ന് മോശമില്ലാതെ ഞാൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതിന് അവിടെ ഏകദേശം 6-7 കടയുണ്ട്. ആ കടകൾക്കാർക്കെല്ലാം ചുമ്മാതിരിക്കുക, വെറുതെ ഇരിക്കുക. അവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ പോയി. കല്ലൂപ്പാറയെ ആശ്രയിച്ചായിരുന്നു അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. കല്ലൂപ്പാറയിലെ ജനങ്ങൾ അവിടെ വരുന്നു, അവിടെ അവരുമായിട്ട് സംസാരിക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു, അവിടുത്തെ ബിസിനസ്, അവർ സാധനങ്ങൾ മേടിക്കുന്നു, ഒരിക്കലേക്ക് വരുന്നു. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്കും വളരെ ബുദ്ധിമുട്ടാണ്, അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പോകണമെന്നുണ്ടെങ്കിൽ അവരൊന്നീ മല്ലപ്പള്ളി 6 കിലോമീറ്റർ പോയി മല്ലപ്പള്ളി ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. മല്ലപ്പള്ളി ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. മല്ലപ്പള്ളി ആശ്രയിക്കണമെങ്കിൽ 6 കിലോമീറ്റർ പോകണം. ഏത് തരത്തിലായാലും 6 കിലോമീറ്റർ പോകണം. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. എന്തായാലും ജനപ്രതിനിധികളുടെ കണ്ണു തുറക്കട്ടെ. പ്രത്യേകിച്ച് സ്ഥലം MLA ആണ് ഈ വിഷയത്തിൽ കൂടുതൽ MLA കുറച്ചുകൂടെ കൂടുതൽ താല്പര്യമായിട്ട് ദൂരാലെങ്കിലുമായിട്ട് ചർച്ച ചെയ്ത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പഞ്ചായത്തിനൊക്കെ ഇനി ചെയ്യുന്ന പഞ്ചായത്തിന് PWD ചെയ്യുന്ന ഒരു പാലത്തിന് പഞ്ചായത്തിന് അത് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം MLAക്ക് കൂടുതൽ കുറച്ചുകൂടി ഇത് സ്പീഡപ്പ് ആക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരപ്രദമാകും. അങ്ങനെ ചർച്ച ചെയ്തെന്തെങ്കിലും കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കി അതായത് ഈ മാർച്ചിലേക്ക് ഇത് പണിത് കിട്ടുക എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും 6 മാസം, കുറഞ്ഞ 6 മാസം വെയിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഏകദേശം ഈ ഒരു പാലത്തെ ആശ്രയിച്ച് കഴിയുന്ന എത്ര വീട്ടുകാരുണ്ടാകണം? ഇതൊരു ഒരു 4 വാർഡോളോ, 4 ഒരു കല്ലൂപ്പാറ പഞ്ചായത്തിന് പകുതി ഭാഗം. അപ്പം ആലോചിച്ച് ഒരു 6 വാർഡെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ വാർഡിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ജനസംഖ്യ എടുത്ത് വെച്ച് കൂട്ടുമ്പോൾ തന്നെ 6,000-7,000 പേര് ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ വാർഡിലെ ആൾക്കാരെ മാത്രമല്ലല്ലോ, മറ്റുള്ള ആൾക്കാരും മറ്റേ ഈ നടന്ന് ഓരോ തൊഴിൽ ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അവർക്കെല്ലാം ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ പറയേണ്ടത്, നമ്മൾ പാലം പണി എന്ന് പറഞ്ഞാൽ ആദ്യ സമയത്തെ ഒരു ആവേശം ഇപ്പം കാണുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഒരാളുടെ കുറ്റമായിട്ടോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നമ്മൾ സാധാരണപ്പെട്ട ജനം എന്നോ പറയുന്നത്. അതിനുപരി കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്പീഡാക്കുവാണെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പം ഈ വർഷം തന്നെ തീരണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അത്യാവശ്യമായ ഒരു ആഗ്രഹമായിട്ട് മാറിയേക്കാണ് കോമളം പാലം പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ജനങ്ങൾ മാത്രമല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിട്ടിട്ട് ആ പാലത്തിൻ്റെ പോയ സമയം തൊട്ട് പാലം സത്യം പറഞ്ഞാൽ പാലം പോയില്ല, ഇതിൻ്റെ അപ്രോച്ച് റോഡാണ് പോയത്. അപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സംവിധാനം ഉണ്ടാക്കിയ ജനകീയ വേദി എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ സമരങ്ങളും പല പരിപാടികളും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ഇങ്ങനെ ആയത്. ഇപ്പം നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ള കോഴഞ്ചേരി പാലം അതിപ്പോഴും ഇത്രയും പോലും ആയിട്ടില്ല. ഇതൊരു 70% ആയിട്ടുണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം. 2 സൈഡിൽ നിന്നും ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഒരു 2-3 മാസം കൊണ്ട് തീർക്കുമായിരിക്കും. നമുക്കറിയത്തില്ല. ഊരാളുങ്കൽ എന്ന് പറഞ്ഞ വലിയ കമ്പനി, വലിയ ഒരിതല്ലേ. അപ്പോൾ അവരുടെ അവരത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും നടന്നതും. അതിനുവേണ്ടി സർക്കാർ, നമ്മൾ ആരെയും കുറ്റം പറയാനില്ല, ജനങ്ങളുടെ പ്രതിഷേധം സർക്കാർ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അത് ഇച്ചിരി കൂടെ സ്പീഡ് ആക്കുവാണെങ്കിൽ തീർത്ത് കിട്ടുക, അത്രയേ ഉള്ളൂ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അതെന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ഒത്തിരി പേരുടെ ദുരിതം മാറും. അത് ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഇതുണ്ടല്ലോ, ഒരുപാട് മാറും. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.